ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഈ പാതിരാത്രിയിൽ ഞങ്ങളിത് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് ആദ്യമായിട്ടൊരു ട്രിപ്പ് പോവാണ് ടു ഗോവ. ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരെ ഓട്ടോ എടുത്ത് ബസ് സ്റ്റേഷനിലേക്കും അവിടെ നിന്ന് KSRTCയിലുമാണ് സിയാലിലേക്ക് പോകുന്നത്. അപ്പോൾ KSRTCയിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. നാളെ ക്രിസ്മസ് ആയതുകൊണ്ടും റോഡിൽ ഇരുവശത്തും വീടുകളിലൊക്കെ നല്ല ലൈറ്റിങ്ങും സ്റ്റാർസൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മിഡ് നൈറ്റ് എയർപോർട്ടിലേക്ക് എത്തിയിട്ട് നമ്മൾ ഗേറ്റ് വേൻ്റെ അവിടെ ഇറങ്ങി ഒരു ബൂസ്റ്റൊക്കെ അടിച്ച് സാവധാനം പോലെ ഉള്ളിൽ കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മുടെ ഫ്ലൈറ്റ് ഏർലി മോർണിംഗ് ആണ്. നമ്മൾ മിഡ് നൈറ്റ് അവിടെ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കാൻ അങ്ങനെ മറന്നു പോയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാത്രി തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ക്രിസ്മസ് കാഴ്ചകളൊക്കെ കണ്ട് സാവധാനം പോലെ നമുക്ക് യാത്ര തിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഒരു ബൂസ്റ്റൊക്കെ അടിച്ച് പതിയെ എയർപോർട്ടിനുള്ളിലേക്ക് കയറി. ഇത്രയും അവിടെ ട്രോളി അതൊക്കെ എടുത്ത് കളിക്കുമായിരുന്നു. ചിബു ആണെങ്കിൽ കിടന്നുറങ്ങി. അങ്ങനെ അവിടെ നമ്മൾ ഡൊമസ്റ്റിക് ടെർമിനലിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കണ്ടോ, അവിടെ കംപ്ലീറ്റ് ക്രിസ്മസ് വൈബ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനലിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഓക്കെ, ഇറ്റ്സ് ടൈം ടു ബോർഡിങ്. നമ്മൾ ബോർഡിങ് ചെയ്യാനായിട്ട് പോകുന്നു. ബോർഡിങ്ങൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇത്രയും അച്ഛൻ്റെ കൈയൊക്കെ പിടിച്ച് ഭാവിയിൽ പൈലറ്റ് ആവണം എന്നൊക്കെയാണ് മോഹം. അതിപ്പോൾ പറയുന്നു, പിന്നീട് എന്താ നമുക്കറിയില്ല. അങ്ങനെ കുട്ടി ആദ്യമായിട്ട് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറാൻ പോവുകയാണ്. ഇത് ആദ്യമായിട്ട് ഫ്ലൈറ്റ് ഇത്ര അടുത്ത് കാണേണ്ട ആകാംക്ഷയാണ് കേട്ടോ. സോ അങ്ങനെ അച്ഛൻ്റെ കൈയൊക്കെ വിട്ട് ആളൊറ്റയ്ക്ക് നടന്നു തുടങ്ങി. വട്ടം ചുറ്റുന്നുണ്ട്. കണ്ടോ, ഇടയ്ക്കൊക്കെ പോയിട്ട് ഫ്ലൈറ്റ് അവിടെ തന്നെ ഇല്ലേ എന്നിങ്ങനെ എത്തി നോക്കും, പിന്നെ തിരിച്ച് നടക്കും. അങ്ങനെയൊക്കെ ഒരു വിധത്തിൽ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി പറ്റി. 16DEF ആയിരുന്നു നമ്മുടെ സീറ്റ് നമ്പർ. ഏകദേശം ഒരു മിഡിൽ പോർഷനൊക്കെ ആയിരുന്നു കേട്ടോ. ഇൻഡിഗോ ആണ് നമ്മുടെ ഫ്ലൈറ്റ്. സോ അതിൻ്റെ വിൻഡോ ഒക്കെ ഓപ്പണാക്കി ബ്രോഷറും ബുക്ക്ലെറ്റ്സൊക്കെ ചെക്ക് ചെയ്യലായിരുന്നു ആദ്യ കലാപരിപാടി. പിന്നെ അവിടെ ഉണ്ടായിരുന്ന എയർ ഹോസ്റ്റസ്മാരെയും മറ്റും കാഴ്ചകളിലേക്കൊക്കെ ആയിരുന്നു മൂപ്പരുടെ ശ്രദ്ധ. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അങ്ങനെ മൂപ്പരുടെ ഉറക്കം കഴിയുമ്പോഴത്തേനും നമ്മൾ കൊച്ചി ടു ബാംഗ്ലൂർ എത്തി, ടു ദ ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ. അങ്ങനെ ഇതാണ് നമ്മുടെ വിൻഡോയിലൂടെയുള്ള കാഴ്ച. രാവിലെ തന്നെ എന്താ പറയുക, സൂര്യൻ ഉദിച്ച് നല്ല കോടയൊക്കെ ഉണ്ട്. മറ്റൊരു ഇൻഡിഗോയും കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ വരുന്ന സമയത്തൊക്കെ നല്ല കാഴ്ചയായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് സൺലൈറ്റും ആ റേസൊക്കെ ഇങ്ങനെ മേഘങ്ങളുടെ ഇടയിലൂടെയൊക്കെ വരുന്നതൊക്കെ കാണാനായിട്ട് പ്രത്യേക ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതാണ് കെംപെഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ബംഗളൂരു. സോ നമ്മളുടെ എയർപോർട്ടിൻ്റെ ഉൾഭാഗം കാണിക്കാം. ഒരു ഗംഭീര എയർപോർട്ടാണ്. ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാനുള്ള എയർപോർട്ടാണ് കേട്ടോ. നമ്മളധികമൊന്നും കയറിയൊന്നുമില്ല. എന്താ വെച്ചാൽ നല്ല അസഹ്യമായിട്ടുള്ള തണുപ്പായിരുന്നു. നമ്മളെ പുറപ്പെടുമ്പോൾ ഈ കാലാവസ്ഥയെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ഗോവ എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. ബാംഗ്ലൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് പോകുന്നതെന്നൊന്നും വിചാരിച്ചില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഹൂഡിയോ സ്വെറ്റേഴ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് നമുക്ക് പോകേണ്ട പിക്കപ്പ് ബസ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ബസ് കയറി എയർപോർട്ടിൻ്റെ പുറത്തേക്ക് കിടക്കുകയാണ്. നല്ല അസൽ കോട കണ്ടോ. അങ്ങനെ നമ്മളെ അവിടെ എത്തിയതിന് ശേഷമാണ് ഗോവയ്ക്ക് പോകുമില്ലെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ആരുടെടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം വേറെ പ്രോപ്പറായിട്ടുള്ള വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് തങ്ങാനാണ് തീരുമാനിച്ചത്. നല്ല ഷാൻഡിലിയേഴ്സൊക്കെ ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ആയിരുന്നു. അവിടെ നിന്നും ബസ്സുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. നമ്മളൊരു ബസ്സിൽ കയറിയിട്ട് ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിച്ചാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അവർ നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ഓൺ ഗോവ.